അപ്പോൾ എല്ലാവർക്കും പൗലോ മാഷിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പഠിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗോസസ് ലോ ആണ്. മാഗ്നറ്റിസത്തിലെ ഗോസസ് ലോയിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഗോസസ് GAUSSS ലോ, ഗോസസ് ലോയിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഇത് കണ്ടു കഴിയുമ്പോൾ, ഇതിൻ്റെ ചിത്രം കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും ഇതെന്തിന് ഇതൊരു ലോ ആയിട്ട് പഠിക്കുന്നത്, ഇത് ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യം എങ്ങനെയാണ് ഒരു ലോ ആക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയോ, ആദ്യം തന്നെ നിങ്ങൾക്ക് എന്തെടുക്കണം, നമ്മൾ ഒരു ബാർ മാഗ്നറ്റിനെ എടുത്തുകൊണ്ട് വന്നു. ഇതാ ഞാനൊരു ബാർ മാഗ്നറ്റിനെ എടുത്തുകൊണ്ട് വന്നു. ഒരു വശം നോർത്ത് പോള്, മറ്റേ വശം സൗത്ത് പോള്. നോർത്ത് പോളുണ്ട്, സൗത്ത് പോളുണ്ട്. അപ്പോൾ നോർത്ത് പോളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാഗ്നറ്റിക് ഫീൽഡൊക്കെ എങ്ങോട്ടായിരിക്കും, പുറത്തേക്ക് ഔട്ട് സൈഡിലേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുക. ഓക്കെ. സൗത്തിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എല്ലാം ഇൻസൈഡ് ആയിരിക്കും, ഉള്ളിലേക്കായിരിക്കും വന്ന് കയറുന്നുണ്ടാകുക. ഓക്കെ. അപ്പം ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ക്ലോസ്ഡ് ലൂപ്പ് കൺസിഡർ ചെയ്യണം. എന്ത് ചെയ്യണം, ഒരു ക്ലോസ്ഡ് സർഫസ്. നമ്മൾ ഇവിടെ ഒരു ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്യുന്നു. ഇതിലിപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് സർഫസ് നിങ്ങളിങ്ങനെ എടുക്കുന്നു. ഇതെന്താണ്, ഒരു ക്ലോസ്ഡ് സർഫസ് ആണ്. ഈ വര നിങ്ങൾ എഴുതുക. അപ്പോൾ ഇതെന്താണെന്ന് ഓർത്ത് വയ്ക്കുക, ക്ലോസ്ഡ് സർഫസ്. ഞാനിവിടെ എഴുതി വയ്ക്കുന്നു, CLOSE, ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്തു. ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്തു. അപ്പോൾ ഗോസസ് ലോ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇനി ഈ ക്ലോസ്ഡ് സർഫസിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പുറത്തേക്ക് എത്ര ആരോ മാർക്കുണ്ട്, 1, 2, 3 പേര് പുറത്തേക്ക് പോകുന്നുണ്ട്. അതേസമയം ഈ ക്ലോസ്ഡ് സർഫസിനെ ക്രോസ് ചെയ്ത് പുറത്തുനിന്ന് ഉള്ളിലേക്ക് എത്ര പേര് വരുന്നുണ്ട്, 1, 2, 3. ഇനി പുറത്തേക്ക് പോയ 3 പേരും ഉള്ളിലേക്ക് വന്ന 3 പേരും എന്താണ്, ഈക്വലാണ്. അപ്പോൾ എത്ര പേരാണോ പുറത്തേക്ക് പോകുന്നത് അത്രയും പേര് തന്നെയായിരിക്കും ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ നെറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. പുറത്ത് പോയവരെയും ഉള്ളിലേക്ക് വന്നവരുടെ എണ്ണം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 0 കിട്ടും. 3 + -3 ഇത് തമ്മിൽ കൂട്ടി എത്ര കിട്ടും, 0 കിട്ടും. അപ്പോൾ നെറ്റ് ഫ്ലക്സ് എന്തായിരിക്കും, 0. അപ്പോൾ 3 പേര് പുറത്തേക്ക്, 3 പേര് അകത്തേക്ക്, അത് തമ്മിൽ കൂട്ടിയാൽ നെറ്റ് നിങ്ങൾക്ക് കിട്ടും. നെറ്റ് എത്ര കിട്ടുക, 0 എന്ന് കിട്ടും. ഇതിനെ ലോയാക്കി പറഞ്ഞാൽ മതി. അപ്പോൾ ഇതെന്തായിരുന്നു, മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ഏതിലാണ് സഞ്ചരിക്കുന്നത്, ത്രൂ ക്ലോസ്ഡ് സർഫസ്. അപ്പോൾ നമ്മളത് എഴുതുന്നു, ഇതിൻ്റെ ഡെഫിനേഷൻ എഴുതുന്നു. അപ്പോൾ പേപ്പർ ഞാൻ കുറച്ച് കയറ്റി വയ്ക്കുകയാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ഏതിലാണ് ത്രൂ പാസ് ചെയ്തത്, മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് 0. ഇതാണ് ഗോസ് ലോ പറയുന്നത്. മാഗ്നറ്റിസത്തിലെ ഗോസ് ലോ പറയുന്നത് ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് 0. അപ്പോൾ ക്ലോസ്ഡ് സർഫസ് നമ്മൾ കണ്ടു, അതിൽ എത്ര പേരാണോ പുറത്തേക്ക് പോയത് അത്രയും പേര് തന്നെ ഉള്ളിലേക്ക് വരുന്നുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ ഇനി പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നിങ്ങൾക്ക് കൺക്ലൂഷൻ എഴുതാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ ഒന്ന്, പുറത്ത് പോയവരുടെ എണ്ണം ഉള്ളിലേക്ക് വന്നവരുടെ എണ്ണം തുല്യമാണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും എന്ത് ലൂപ്പുകളായിരിക്കും ഫോം ചെയ്യുന്നത്, ക്ലോസ്ഡ് ലൂപ്പുകളായിരിക്കും. കാരണം എന്താ, ഈ ഓരോ ലൂപ്പും ഇവിടുന്ന് ഇങ്ങനെ പോയി ഇപ്പുറത്തേക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണുള്ളത്, ക്ലോസ്ഡ് ലൂപ്സ് ആയിരിക്കും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫോം ക്ലോസ്ഡ് ലൂപ്സ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ക്ലോസ്ഡ് ലൂപ്സ് ആണ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇനി ഇവിടെ നോർത്ത് പോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ എല്ലാ ലൈനുകളും പുറത്തേക്കായേനെ. സൗത്ത് പോള് മാത്രമേ ഉള്ളെങ്കിൽ എല്ലാ ലൈനും ഉള്ളിലേക്കായേനെ. അപ്പം നമുക്കിവിടെ എന്ത് കിട്ടും, ഏതെങ്കിലും ഒരു സംഖ്യ മാത്രമായിട്ട് വന്നേനെ. അപ്പോൾ അത് ഒരിക്കലും പോസിബിൾ അല്ല. ഈ 3നോട് ആഡ് ചെയ്യുന്ന എപ്പോഴും തരും -3 ആയിരിക്കും. അപ്പം 3 എത്രയുണ്ടോ അത്രയും തന്നെ മൈനസ് ഉണ്ടാവും. അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ, നോർത്ത് പോൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇൻസൈഡിലേക്കുള്ള സൗത്ത് പോൾ ഉണ്ടാകുമെന്ന് എന്ന് പറഞ്ഞ്, നോർത്ത് പോൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇൻസൈഡിലേക്കുള്ള സൗത്ത് പോൾ ഉണ്ടാവും. എന്നാൽ അത് തമ്മിൽ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 0 കിട്ടുള്ളൂ. അപ്പോൾ മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്യില്ല. എന്താണ്, മോണോപോൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. മോണോപോൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്യില്ലെന്നും ഈ ലോ ഉപയോഗിച്ച്, ഗോസ് ലോ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. നിങ്ങൾ ഉദാഹരണമായിട്ട് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇതിപ്പോൾ നോർത്ത് പോൾ മാത്രമായിട്ട് ഇങ്ങനെ ഒരു പോൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാ ലൈനുകളും എന്തായിരിക്കും, ഇങ്ങനെ പുറത്തേക്കായിരിക്കും ഉണ്ടാവുക. ഇനി ഒരു ഗോസിയൻ സർഫസ് നിങ്ങൾ കൺസിഡർ ചെയ്ത് നോക്കിയേ. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഔട്ട് സൈഡിലേക്ക് മാത്രമേ ഉള്ളൂ, ഇൻസൈഡിലേക്ക് എത്രയെങ്കിലും ഉണ്ടോ. ഇപ്പോൾ 1, 2, 3, 4 പേര്, 4 ഔട്ടുണ്ട്, 4 പേര് ഔട്ട് സൈഡിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നിലേക്ക് എത്രയെങ്കിലും ആളുകളുണ്ടോ, ഇന്നിലേക്ക് ആരുമില്ല. അപ്പോൾ ഇതിൻ്റെ നെറ്റ് എടുത്ത് എന്ത് വരും, 4 എന്ന് വരും. അപ്പോൾ ഇതെന്താണ്, ഗോസ് ലോയ്ക്ക് ഓപ്പോസിറ്റാണ്, ഗോസ് ലോയ്ക്ക് എതിരെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും,
അപ്പോൾ ഗോസ് ലോ പറയുന്നത് മോണോ പോൾസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാഗ്നറ്റിക് പോൾസ് എപ്പോഴും എങ്ങനെയായിരിക്കും? ഡൈപോളുകളായിരിക്കും. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. മാഗ്നറ്റിൻ്റെ പോൾസൊക്കെ എപ്പോഴും എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അത് ഡൈപോളുകളായിട്ട് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതാണ് ഈ ഡൈപോളുകൾ. രണ്ട് പോളുകൾ ഒരുമിച്ചൊരു പെയറായിട്ട് ഡൈപോളുകളായിട്ട് ഒരു പെയറായിട്ട് മാത്രമേ നിൽക്കുകയുള്ളൂ. എങ്ങനെ? നോർത്തും സൗത്തുമായിട്ട് പെയറായിട്ട് മാത്രമേ മാഗ്നറ്റ്സിൻ്റെ പോൾ നിൽക്കുകയുള്ളൂ. അപ്പോൾ നിലവിൽ രണ്ട് കാര്യങ്ങൾ പഠിക്കുക. ഒന്ന്, ഈ ഡെഫിനിഷൻ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. രണ്ടാമത്തെ കാര്യം എന്താ? പിന്നെ രണ്ട് കൺക്ലൂഷൻസ്. ഒന്നാമത്തെ കൺക്ലൂഷൻ എന്താ? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഫോം ക്ലോസ്ഡ് ലൂപ്സുകൾ ക്ലോസ്ഡ് ആയിരിക്കും. പിന്നെ മോണോപോൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ആ മോണോപോൾസ് ഇല്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. നോർത്ത് മാത്രം ഉണ്ടെങ്കിൽ ഔട്ടിലേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. 4 ഔട്ട് ഉണ്ടാവും, ഇന്നായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് 4 കിട്ടും. അതപ്പം നെറ്റ് ഇത് 0 എന്നുള്ളതിനെ വയലേറ്റ് ചെയ്യും. അങ്ങനെ വയലേറ്റ് ചെയ്യുന്നില്ല. അപ്പം ഗോസ് ലോ വയലേറ്റഡ് ആയി പോകും. മോണോപോൾസ് ഉണ്ടെങ്കിൽ ഗോസസ് ലോ വയലേറ്റഡ് ആയി പോകും. പക്ഷെ അങ്ങനെ മോണോപോൾസ് ഇല്ല. ഈ രണ്ട് കാര്യങ്ങളും പഠിച്ചു വയ്ക്കുക. ഗോസ് ലോ വളരെ സിമ്പിളാണ്. ഇതേപോലെ ഫിസിക്സിലുള്ള എല്ലാ കാര്യവും ഇതേപോലെ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചു വയ്ക്കാൻ വേണ്ടി സാധിക്കും. അപ്പം ഓക്കെ, ബൈ.